ചോദിക്കാൻ വന്നതാണ്. നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് മുഖാമുഖം എന്ന് പോസ്റ്റർ സകലെടുത്ത് ഒട്ടിച്ച് ഇതെല്ലാ വീട്ടിലും കയറി വിതരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ വന്നത്. അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കരുത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം. ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരമല്ല മുഖാമുഖം എന്ന് പറഞ്ഞാൽ. അതിന് വേണമെങ്കിൽ ഫൈസൽ മൗലവിക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, സംവാദത്തിന് വെക്കണം. ഇത് നിങ്ങളെ കയ്യിലാണ് മൈക്ക്, നിങ്ങളെ കയ്യിലാണ് ഓപ്പറേറ്റർ. അതിന് മുമ്പ് മുഖദ്യമായിട്ട് പറയേണ്ടതാണ്. നിങ്ങളെ കയ്യിലാണ് മൈക്ക്. അപ്പൊ ഞങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് മറുപടി പറയാം. എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. നിങ്ങൾ പറഞ്ഞതാ ഇതില് പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് നിങ്ങൾ എഴുതി വെച്ചതാ. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണെന്ന് ഇയാൾ സമ്മതിച്ചും ചെയ്തു. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസാ ഓതിയത്. ആ ഹദീസിന് എങ്ങനെയാണ് അർത്ഥം കിട്ടുക? എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് എന്ന് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസിൽ അങ്ങനെ കിട്ടി. അത് ലഫ്ളം ബി ലഫ്ള് നിങ്ങളും കൂടെ അർത്ഥം വെക്ക്, എന്നിട്ട് അർത്ഥം സമർപ്പിക്കും. നിങ്ങൾ ഇതിന് മുമ്പുള്ള മറുപടി കേട്ടില്ലേ? ഇവിടെയുള്ള മുഴുവൻ ആളുകളും കേട്ടു. ഞാൻ അതിനൊന്നും ആവശ്യമില്ല, അർത്ഥം വെച്ചേക്ക്. ചെറിയൊരു ഹദീസല്ലേ? അതെ, ഈ ഹദീസിന് അർത്ഥം വെച്ചുകൊണ്ട് തഴവയുടെ ബെയ്ത്ത് ഇവിടെ ഓതിക്കേൽപ്പിച്ചല്ലോ. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും കേട്ടു. പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ് ഹബീബെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? വീണ്ടും വീണ്ടും അതെന്നെ ആവർത്തിച്ച് ചോദിക്കുക ഈ ആളുകളുടെ മുമ്പിൽ. നിങ്ങൾ സ്വയം അപഹാസ്യനാകരുത്. ആളുകൾ നിങ്ങളെ വിലയിരുത്തും. വളരെ ദൂരെ നിന്ന് വണ്ടൂരിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടേ ഇപ്പോൾ 2 or 3 ആവർത്തി ഫൈസൽ മൗലവി തഴവയുടെ ബെയ്ത്ത് ഉന്നയിച്ചിട്ട് അദ്ദുആഉ ഹുവൽ ഇബാദയും അദ്ദുആഉ മുഹുൽ ഇബാദയും അദ്ദേഹം മലയാളത്തിൽ അർത്ഥം വെച്ചത് ഈ കൂടി കേൾക്കണ മുഴുവൻ മനുഷ്യന്മാർക്കും കേൾക്കാവുന്ന രൂപത്തിൽ പറഞ്ഞു. ഓർക്കൊന്നും സംശയമില്ല. അറിവുണ്ട് എന്ന് ആളുകളുടെ മുമ്പിൽ ധരിക്കുന്ന ആ നാട്യത്തോടു കൂടി നിൽക്കുന്ന നിങ്ങൾക്ക് രണ്ടാക്കും വീണ്ടും വീണ്ടും അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ സഹോദര ഈ സമയം കളയണ്? ഈ സമയത്തിന് വിലയില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെന്താ അർത്ഥം വെക്കുക? അപ്പോൾ പറഞ്ഞു ഞാൻ പറയും. എവിടെ പറയുന്നു? ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ അർത്ഥം വെക്കണമെന്ന് പറഞ്ഞാണ്, അത് മാത്രം പറഞ്ഞാൽ മതി. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അർത്ഥം? ഞാൻ നിങ്ങളോട് തുടങ്ങുമ്പോഴേ പറഞ്ഞു മുഖാമുഖം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനാണ്. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനാണ് ഞാൻ റെഡിയാണ്. പക്ഷെ മുഖാമുഖം നിങ്ങൾ സ്റ്റേജിൽ കയറി പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. പക്ഷെ അതിനുണ്ട് മുഖാമുഖം സംവാദ വ്യത്യാസം ഉണ്ടോ? മുഖാമുഖം സംവാദ വ്യത്യാസം ഉണ്ടോ? അത് ഉറപ്പല്ല, നിങ്ങൾക്ക് അറിയില്ല. പിന്നെന്താ അത് പറഞ്ഞത്? അതുകൊണ്ട് ഒരു ചോദ്യം വ്യക്തമാകാൻ വേണ്ടി ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് യാതൊരു തെറ്റും നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന അർത്ഥം മനസ്സിലാകാത്തത്. ആര് പറഞ്ഞു നിങ്ങളോട്? ഇവിടെ കൂടിയാലാണോ? ഈ കണ്ട മനുഷ്യന്മാരിൽ ഒരാൾ പോലും തഴവ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. തഴവ പറഞ്ഞ തെറ്റാണ് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മുഖാമുഖം വെക്കും, അതിന് വന്നോ? അല്ലെങ്കിൽ സംവാദം ചർച്ചക്ക് വേറെ ചോദ്യം തന്നെയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കിക്കോളി. അദ്ദുആഉ ഹുവൽ ഇബാദ, അതിന് എങ്ങനെ എല്ലാ പ്രാർത്ഥനയും ആയിക്കോട്ടെ, അടുത്ത മൗലവി വന്നോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ആര് വന്നിട്ടാണ് വെച്ചാൽ മതി. അദ്ദുആഉ ഹുവൽ ഇബാദ, എല്ലാ പ്രാർത്ഥനയും ആരാധനയാണെന്ന് അർത്ഥം വെച്ചത്. എങ്ങനെ ഹദീസിന് അർത്ഥം കിട്ടി? നിങ്ങൾ ഓരോ ലഫ്ള് വെച്ചിട്ട് അർത്ഥം വെച്ചാൽ അങ്ങനെ ശരിയാണ് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അതിനുമുമ്പ് നിങ്ങൾ സംവാദത്തിന്റെ വിഷയം പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹമീദ് വൈസിനെ കൊണ്ടുവരണം, മറക്കരുത്. ആയിക്കോട്ടെ, എല്ലോ ഹമീദ് വൈസി പറഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞാലും ഒന്നല്ലേ പറയാനുള്ളൂ. ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫൈസൽ മൗലവി വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ എവിടെ നിന്നാണ് മൂപ്പർക്ക് അർത്ഥം കിട്ടിയതെന്ന് മനസ്സിലാവണം. ഞാനൊരു ഹദീസ് വായിക്കാം. നിക്ക് മുസ്ലിയാരെ പറയട്ടെ, നിങ്ങളെന്തിനാ ബേജാറാണ്? ഹദീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബേജാറ്. ഇരിക്കവിടെ. നുഅ്മാൻ ബിൻ ബഷീർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സാധാരണക്കാർ കേട്ടോളി, മുസ്ലിയാക്കന്മാർ തിരിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അദ്ദുആഉ ഹുവൽ ഇബാദ. ഇനി ഞാൻ അർത്ഥം വെക്കണ്ട. അദ്ദുആഉ ഹുവൽ ഇബാദ. സുമ്മ ഖറഅ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. എന്താ ഓതിയത്? ഈ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് വിശദീകരിക്കുകയാണ്. വഖാല റബ്ബുക്കും,
നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചോ എന്നാണ് അവിടെ അർത്ഥം. അതല്ല നിങ്ങൾ എന്നെ സൽക്കാരത്തിന് വിളിച്ചോ എന്നാണ് അർത്ഥം. അതല്ല പ്രാർത്ഥിച്ചോളൂ എന്നാണോ? സാധാരണക്കാർ ചിന്തിച്ചോളി. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പം ഈ ഹദീസ് വിശദീകരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതിയത്. അതിൽ നിന്ന് ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ എന്താ മനസ്സിലാക്കുക? ഈ ആയത്തിൽ പറഞ്ഞ ദുആ എന്താണോ അത് തന്നെയാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. വളരെ ക്ലിയറാണ്. അപ്പോൾ ഉദ്ഊനി എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണത്തിന് വിളിച്ചോളൂ എന്നാണെങ്കിൽ അവിടെ അദ്ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വിളിക്കൽ ആരാധനയാണെന്നാകും. ഇനി അതല്ല എന്നെ സൽക്കാരത്തിനാണ് എന്നാണെങ്കിൽ ഉദ്ഊനിക്ക് അർത്ഥം വെച്ചാൽ അള്ളാഹിനെ സൽക്കാരത്തിന് വിളിച്ചാൽ അതിൻ്റെ ഹുക്കും എന്താണെന്നുള്ള വേറെ ചർച്ച ചെയ്യണം. അപ്പോൾ ഉദ്ഊനി എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആ ദുആനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുആഉ ഹുവൽ ഇബാദ. ഇത് മുസ്ലിമീങ്ങൾ മാത്രം അല്ലെങ്കിൽ മുജാഹിദികൾ മാത്രം കണ്ടെത്തിയ അർത്ഥമല്ല. അതിനാണ് തഴവൻ്റെ ബൈത്തുകൾ ഉദ്ധരിച്ചത്. പ്രാർത്ഥന ഇബാദത്ത ഹബീബെ എന്ന് നുഅ്മാൻ അവർകൾ പറയുന്നു നബിയിൽ നിന്ന്. അത് ഈ ഹദീസാണ്. ആ ഹദീസിൻ്റെ ബാക്കിയാണ് സുമ്മ ഖറഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതിയിട്ടാണ് അത് പഠിപ്പിച്ചത്. അപ്പോൾ വളരെ ക്ലിയറാണ്. ഇനി ഇപ്പോൾ മുസ്ലിയാരുടെ വാദപ്രകാരം പ്രാർത്ഥന അല്ലെങ്കിൽ ഇബാദത്താകാത്തൊരു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണോ വലിയ വാദം. അത് ഇബാദത്താകാത്തൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ഖുർആനിൽ നിന്ന് കാണണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് കാണണം. അങ്ങനെ ഒരു ആയത്ത് ഇതുവരേക്ക് നമ്മളോടെയും കേട്ടിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കപ്പായിലേക്ക് കിടക്കാൻ പോകുന്നത് വരെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന അല്ലെങ്കിൽ ഇബാദത്താകാത്തൊരു പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? കക്കൂസ് പോകുമ്പോഴാണോ? അതല്ല ഭക്ഷണം കഴിച്ചിട്ടാണോ? അതല്ല ബെഡ്റൂമിലേക്ക് പോകുമ്പോഴാണോ? കിടക്കുമ്പോഴാണോ? അതൊക്കെ സാധാരണക്കാർ ചിന്തിച്ചോളി. അപ്പോൾ വിഷയം വളരെ ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പഠിപ്പിച്ചത്. ആ ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന ആയത്തിലെ ദുആ ഏതാണോ ആ ദുആയാണ് അദ്ദുആഉ ഹുവൽ ഇബാദ. അത് പ്രാർത്ഥനയാണെന്ന് തഴവ തന്നെ, അല്ലെങ്കിൽ തഴവ പറഞ്ഞത് തെറ്റാന്ന് പറയണം. തഴവ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല ഇതിന് മറുപടി. തഴവ പറഞ്ഞത് വളരെ ക്ലിയറാണ്. പ്രാർത്ഥന നിങ്ങളിവിടെ അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനക്ക് ഖുർആനിലും ഹദീസിനും തെളിവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അദ്ദുആഉൽ ഇബാദ എന്നുള്ള ആയത്തിന് അല്ലെങ്കിൽ ഹദീസിന് മുജാഹിദികൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വെക്കുന്ന അർത്ഥം നിങ്ങൾക്ക് പറ്റണില്ല. അതിനിപ്പോൾ വേറെ നിവൃത്തിയില്ല, വൈദ്യരെ സ്വയം ചികിത്സിക്കുക എന്ന് മാത്രമേ അതിനർത്ഥം പറയാം, അല്ലെങ്കിൽ ആ വിശദീകരണം പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ വിശദീകരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ആശയമാണിത്, അതല്ലാതെ മുജാഹിദുകൾ കണ്ടെത്തിയ ആശയമല്ല എന്ന് സഹോദരൻ മനസ്സിലാക്കുക. ഇവിടെ ഫൈസൽ മൗലവിയോട് രണ്ടാമത് ചോദിച്ച ചോദ്യം പ്രാർത്ഥനൻ്റെ താരീഫായിരുന്നു. പ്രാർത്ഥനൻ്റെ താരീഫ് ചോദിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞ് ഒന്നുകിൽ ആ താരീഫ് ശരിയല്ല എന്ന് പറയണം, അതല്ലെങ്കിൽ ആ താരീഫ് അങ്ങനെയല്ല എന്ന് പറയണം. ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ട് തൽക്കാലം അർത്ഥം വെക്കാതെ അവിടെ മുങ്ങാൻ നോക്കിയതാണ്. പക്ഷേ അതിനേക്കാളും വലിയ കുഴിയിൽ അദ്ദേഹം പോയി വീണത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇദൂനി അസ്തജിബ് ലക്കും. അതിലേത് ദുആ ആണോ പറഞ്ഞത് അതേ ദുആ ആണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞെടുത്ത ഉദ്ദേശം. ഏതാ ഇദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞെടുത്ത ദുആ? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, ഇലാഹിനോടുള്ള പ്രാർത്ഥന. ആ ഇലാഹിനോടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതന്നെ സുന്നികളും പറഞ്ഞത്, അതന്നെയാണ് തൈരീഫിന്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് അലിഫ്ലാം എന്താന്നും അറിയില്ല, ഒരു തേങ്ങ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നേരെ അമ്മാനി മൗലവിന്റെ പരിഭാഷ ആയിട്ട് ഇങ്ങോട്ട് മണ്ടാണ്. അല്ല തൈരീഫിൽ എടുത്തു നോക്കി. അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇലാഹി, ഏറ്റവും അലയായ ആള്. എത്ര അല്ലുണ്ടെന്ന് പോലും ആ ഫൈസൽ മൗലിക്കെങ്കിലും അറിയോ? അതല്ലേ മെയിൻ ആള്. ഇയാൾ എന്നെ വിളിക്കുക, അയാൾ പോയി സീറ്റിലിരിക്കല്ലേ, വരട്ടെ, എന്നിട്ട് പറയും. ഇയാൾ പറഞ്ഞു ദൂനി അസ്തബിജിബ് ലക്കും എന്ന് പറഞ്ഞെടുത്ത ദുആ ആണ് അദ്ദുആഉ എന്ന് പറഞ്ഞെടുത്ത ഉദ്ദേശം. അർത്ഥതരങ്ങൾ വെച്ചിട്ടില്ല, വേറെ വിഷയം. അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. എന്ത്? ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞെടുത്ത ദുആ ആണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞെടുത്ത് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ദുആ ഏതാണ്?
ഇലാഹിനോടുള്ള ദുആ ആണ്. അത് ആർക്കും സംശയമില്ല. ഉദൂനി അള്ളാഹ് പറഞ്ഞതാണ്, എന്നോട് പ്രാർത്ഥിക്ക്. അപ്പൊ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അവ മറ്റുള്ളത് എന്തല്ല, ആരാധനയല്ല. മനസ്സിലായോ? ആ, നല്ല വ്യാഖ്യാനാണ്. ഇതാണിപ്പോ മുസ്ലിയാരുടെ ഉള്ളിലിരിപ്പ്. ബാക്കി ഞാൻ ഫൈസൽ മൗലവി പറയും. അൽഹംദുലില്ലാ, ഇപ്പൊ കണ്ടങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അള്ളാഹുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞത്. അതാണ് പ്രാർത്ഥന തന്നെ ആരാധന. ഇനി അത് നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം കൊടുത്താളീ, അത്രേ ഉള്ളൂ. ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം കൊടുത്താൽ പ്രശ്നം തീർന്നു, വേറെ ആർക്കും കൊടുക്കണ്ടാന്ന് അതങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. നീ അസ്തജിബിലക്കും. നിങ്ങൾക്ക് പറഞ്ഞത് എന്താണ്? വമയുനാദിസ്മി എന്ന് പെട്ടെന്ന് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യും, ഉത്തരം ചെയ്യും. അതാണ് പറ്റൂല എന്ന് പറഞ്ഞത്. ക്ലിയറാണ്. കുത്തുബേത്ത് പറഞ്ഞെന്താ, എന്നെ വിളിച്ചോളൂ, അജബ്തുഹു മുസ്ലിഅ, ഞാൻ ഉത്തരം ചെയ്യും. അല്ല പറയാം അല്ലട്ടോ, ഉദ്ഊനി അസ്തജിബിലക്കും, എന്നോട് പറഞ്ഞോളൂ ഞാൻ ഉത്തരം ചെയ്യും. ക്ലിയറായി. അപ്പം നിങ്ങൾ കുത്തുബേത്തിന് ചെല്ലണ്ട. ഇനി ഈ മാലി മുള്ളൊക്കെ വലിച്ചാൽ ഞങ്ങൾ മുജാഹിദായിക്കോളി, എന്നാൽ പല്ലോങ്ങ് രക്ഷപ്പെടും. അതല്ല, ഇപ്പം എത്ര ക്ലിയറായി. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ അള്ളാഹുള്ള പ്രാർത്ഥനയാണ് ഉദ്ഊനി. ആ ദുആ ഇനി പഠിച്ച അപ്പുറത്തോട് എന്താ അറിയോ, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഫലാ തദ്ഉ, ഏത് ദുആ? ആ ദുആനെ ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും അഹദൻ. നിങ്ങൾ എന്നോടൊന്നും ഓർക്കാൻ പറ്റൂല, ഞാൻ അങ്ങോട്ടൊന്നും ഓർക്കാൻ പറ്റൂല, ആരോടും പാടില്ല. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും. അതേതാ ദുആ? അദ്ദുആഉ ഹുവൽ ഇബാദ. അതേതാ ദുആ? ഉദ്ഊനി അസ്തജിബ് ലക്കും. അൽഹംദുലില്ലാ, വളരെ ക്ലിയറാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇനി നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, വേറെ ഒരാളോട് ഇനി പ്രാർത്ഥിക്കാതിരിക്കുക. അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതിന് വെറുതെ ന്യായം പറയണ്ട. ഇനിയിപ്പോൾ അതിനിങ്ങനെ ന്യായം പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കൊണ്ട് ഇന്നോളി ഇരിക്കി, ഇനി ബാക്കിൽ പറയാൻ മനസ്സുപോലെ ചോദിച്ചോട്ടെ, ഇഞ്ഞോട് ഇരിക്കി, അത് ഒരു മര്യാദ അല്ലേ, ഒരു മര്യാദ അല്ലേ? അല്ല, നിങ്ങൾ ഇഞ്ഞോട് ഇരിക്കി. എത്ര സമയമായി തുടങ്ങിയോടെ മുതൽ ഇതുവരെ നിങ്ങൾ രണ്ടാളുന്നതല്ലേ. ഇനി അടുത്ത ആള് ഇനി മാണ്ട മുസ്ലിം, നിങ്ങൾ മുജാഹിദായി, ഇനി സംവാദം വേണ്ട. ഇങ്ങനത്തെ സംവാദം, നിങ്ങൾ മുജാഹിദായി കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചില്ലേ ഉദ്ഊനി അസ്തജിബിലക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സംവാദം അപ്പുറത്ത് ഏറ്റിട്ടുണ്ട്, അത് പൂർത്തിയായി നോക്കാം. അമ്പലക്കടവ് പൈസയുമായി നമ്മൾ ഏറ്റിട്ടുണ്ട്. മൂപ്പര് വരുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാത്തിക്കാണ്. ഇൻഷാ അല്ലാഹ് മൂപ്പര് വരാതൊക്കൊന്നുമില്ല. അപ്പോൾ മൂപ്പര് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ നോക്കാം. അപ്പോൾ ഏതായിരുന്നാലും അൽഹംദുലില്ലാ, ഇവിടെ ഇതേ നമ്മൾ ഉദ്ദേശമുള്ളൂ, ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ, അല്ലാത്ത ആരോടും പാടില്ല എന്നാണ് ഇതുവരെയും പറഞ്ഞത്. അതുകൊണ്ട് തഴവ പറഞ്ഞതും അതേപോലെ ഈ ഹദീസ് പറഞ്ഞതും ഈ ആയത്ത് പറഞ്ഞതും അതൊക്കെ കൃത്യമായി കേട്ടു പഠിച്ച് ഉഷാറായി ഈ വക മാലിയും മൗലൂദും റാത്തീബും കുത്തുബേത്തും ജാറങ്ങളും ദർഗകളും അതൊക്കെ ഒഴിവാക്കി ഒറ്റ പ്രഖ്യാപനം മതി, ഇന്നമാ അദ്ഉ റബ്ബി. ആ ഒരു പ്രഖ്യാപനം മതി. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹ് ആവശ്യപ്പെട്ട സൂറത്തുൽ ജിന്ന്. അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാ, കുൽ നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ ശിർക്ക് വെക്കില്ല, ഞാൻ പങ്കു ചേർക്കില്ല. അപ്പോൾ ആ ദുആ അല്ലാഹു അല്ലാത്തതിലേക്ക് പോയാൽ അത് ശിർക്കാണ്, പങ്കു ചേർക്കലാണ് എന്നാണ് വ്യക്തമായത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ കൂടെ മനുഷ്യന്മാർ പറയുന്നത് ഇനി നിങ്ങൾ വിശദമായി പഠിക്കുക, വിശദമായി നിങ്ങൾ വിഷയം പഠിച്ചോളൂ, അന്വേഷിച്ചോളൂ, എന്താണോ ഹക്ക് അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഇനി അടുത്താൾ ചോദിക്കട്ടെ, അതാണ് മര്യാദ. അല്ല, നിങ്ങളത് കഴിഞ്ഞു, നിങ്ങൾ രണ്ടാമത് കഴിഞ്ഞു. ഇനി വണ്ടൂർക്ക് ഇനി ബസ് ഇട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ ദേശോട് കഴിഞ്ഞാലേ പിന്നെ വണ്ടൂർക്ക് ബസ് ഉണ്ടാവില്ല. അടുത്താൾ ചോദിക്കട്ടെ, മുസ്ലിയാരെ കഴിഞ്ഞു, അടുത്താൾ ചോദിക്കട്ടെ. പേടി തന്നെയാണ്, കാരണം അറിയോ, നിങ്ങൾ ബോധം കെട്ടുപോകും, ആ പേടിയാണ്. ഇനി ചാൻസ് എന്നാൽ നിങ്ങൾ ബോധം കെട്ടുപോകും, ആ ഒറ്റ പേടിയുള്ളൂ, വേറെ ഒന്നുമില്ല. ശരി സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പം മുസ്ലിയാർ അവസാനം പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിനോടുള്ളതാണെങ്കിൽ മാത്രമേ പ്രാർത്ഥന ഇബാദത്താകുള്ളൂ, അല്ലാത്ത ആളുകളോടുള്ളതാണെങ്കിൽ അത് ഇബാദത്താകൂല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ, ഇവിടെ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ
അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അതുപോലെ തന്നെ ഹുബുലിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിയാക്കന്മാരുടെ വാദപ്രകാരമാണെങ്കിൽ എന്തു പറയണം? നിങ്ങൾ ലാത്തയോട് പ്രാർത്ഥിക്കുന്നത് ആരാധനയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനാത്തയോട് പ്രാർത്ഥിക്കാം, അത് ആരാധനയാകൂല. നിങ്ങൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണതേ ആരാധനയാകുള്ളൂ. അപ്പോൾ നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. കാരണം ഇവരുടെ വാദപ്രകാരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന ആരാധനയാകുള്ളൂ. ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ആരാധനയാകൂല. അപ്പോൾ റസൂൽ എന്ത് ചെയ്യണം? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ലാത്തേ എന്ന് വിളിച്ച് സഹായം തേടുന്ന ആളുകൾ റസൂൽ എന്ത് പറയണം? അതൊന്നും ഇബാദത്താവില്ല മക്കൾ, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളി, അള്ളാഹിനോടുമുള്ള മാത്രമേ ഇബാദത്താകുള്ളൂ എന്നാണോ സുഹൃത്തുക്കളെ മുസ്ലിയാക്കന്മാർ വെക്കേണ്ടിയില്ല, സാധാരണക്കാർ ചിന്തിക്കണം. ഈ ആളുകൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അപ്പം ഇനി ഒരാൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും അതെന്താകൂല? ഇബാദത്താകൂല. കാരണം എന്താ? അള്ളാഹിനോടല്ലല്ലോ. അതുപോലെ തന്നെ ഈസാ നബിയെ എന്ന് വിളിച്ചാലും എന്താകൂല? ഇബാദത്താകൂല. കാരണം അള്ളാഹിനോടല്ല. അള്ളാഹുവിനോടുള്ളത് മാത്രമേ ഇബാദത്താകുള്ളൂ. അപ്പോൾ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതുപോലെ തന്നെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഇതൊന്നും ഇബാദത്താകൂല. അള്ളാഹിനോടുള്ളത് മാത്രമേ ഇബാദത്താകുള്ളൂ. പിന്നെ റസൂലുള്ളാഹി വരേണ്ട ആവശ്യമുണ്ട്, ഇതിനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വാദത്തിൻ്റെ അബദ്ധം എത്രമാത്രം ഉണ്ടെന്ന് സാധാരണക്കാർ ചിന്തിക്കുക. ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ശിർക്കുണ്ടാവും സുഹൃത്തുക്കളെ. ലോകത്ത് എവിടെയാണ് ശിർക്കുണ്ടാകുക? എല്ലാ ആളുകളെ വിളിച്ചും പ്രാർത്ഥിക്കാം, അതൊന്നും ആരാധന ആകില്ല. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മാത്രമേ ഇബാദത്താകുള്ളൂ. അത് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ഇവിടെ ആളുകളെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തനിച്ച് ശിർക്കിനെ തൗഹീദാക്കാനുള്ള ഒരു ഇസ്ലാമിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തൗഹീദിലുള്ള ഗുരുതരമായ അട്ടിമറിയാണ് എന്ന് നമ്മൾ കൃത്യമായി ആളുകൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമാണെന്ന് ഇവിടെ വിശദീകരണത്തിലൂടെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ നാട്ടിൽ സാധാരണയായി ആളുകൾ മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം തേടാറുണ്ട്. അതിനെ സംബന്ധിച്ച് മുസ്ലിയാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് അത് അവരോടുള്ള പ്രാർത്ഥനയല്ല, ഇസ്തിഗാസയാണെന്ന്. അപ്പോൾ ഈ മരണപ്പെട്ടു പോയവരോട് ഇസ്തിഗാസ നടത്താൻ ഇസ്ലാമിൽ ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടോ? അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോയവരോട് ഇസ്തിഗാസ നടത്തിയാൽ അതിൻ്റെ വിധി എന്താണ് ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നാകുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ നമ്മുടെ സഹോദരൻ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് എത്തുന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ, മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥനയാകുന്നത്, അല്ലാതെ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ചോദിക്കുന്നത് ഒരിക്കലും പ്രാർത്ഥനയല്ല. അള്ളാഹുവെ കാക്കണേ, അതേപോലെ തന്നെ അള്ളാഹുവെ എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ, എനിക്ക് ഹിദായത്ത് തരണേ എന്ന് ചോദിക്കുന്ന ചോദ്യം, മമ്പറം തങ്ങളെ കാക്കണേ, എനിക്ക് ഹിദായത്ത് തരണമേ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നൊക്കെ ചോദിച്ചാലും അതൊരിക്കലും പ്രാർത്ഥനയാകുന്നില്ല. അതൊക്കെ തൗഹീദിൻ്റെ ഉള്ളിലാണ് എന്നാണ് നമ്മുടെ ഉസ്താദ്മാർ പറയുന്നത്. ഇവിടെ സഹോദരൻ ചോദിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അമ്പിയ ഔലിയാക്കന്മാരോടും ഇസ്തിഗാസ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ അതിനൊരു തെളിവ് വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയുടെ ഗണത്തിൽ പഠിപ്പിച്ചിട്ടുള്ള സഹായതേട്ടമാകട്ടെ, ഇസ്തിഗാസയാകട്ടെ, ഇസ്തിആനയാകട്ടെ, ഇസ്തിആദയാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്
ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുമുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നത് അത് പ്രാർത്ഥനയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ രണഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, ഈ കൊച്ചു സംഘത്തെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ, 10 മടങ്ങ് വരുന്ന ശത്രുക്കളാണ് റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ബദറിൻ്റെ തലേ ദിവസം പൊന്നാര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നടത്തിയത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, അപ്പോൾ ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നത് ഇസ്തിഗാസ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്തിഗാസ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് ചോദിക്കേണ്ടത്. അതേപോലെ തന്നെ ഇസ്തിആന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് വിശുദ്ധ ഫാത്തിഹയിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ വഴിപാടുകളും എൻ്റെ സഹായതേട്ടങ്ങളും എൻ്റെ ഇസ്തിആനത്തും എൻ്റെ ഇസ്തിആസയുമെല്ലാം അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, അമ്പിയ ഔലിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, ബീവിമാർ പഠിപ്പിച്ചിട്ടുള്ളത്, സ്വാലിഹികൾ പഠിപ്പിച്ചിട്ടുള്ളത്, മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്, സർവ്വ സഹാബത്തും പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മൾ അതാണ് കാണുന്നത്. ഇതല്ലാത്ത ഒരു സഹായതേട്ടമോ ഒരു ഇസ്തിഗാസയോ ഒരു ഇസ്തിആനയോ ഒന്നും വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിനുള്ള മറുപടിയായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ചോദ്യകർത്താവിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഇതൊരു ദീനി സദസ്സാണ്. ഇത്രയും സമയം വളരെ ഭംഗിയായി മാന്യമായി നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോയി. ഒരാളെയും തടസ്സപ്പെടുത്താതെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ പരിപാടി മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങളും വളരെയധികം മാന്യമായി തന്നെ ഇതിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ചോദ്യോത്തര പരിപാടി ഒരല്പസമയം കൂടി തുടരും ഇൻഷാ അല്ലാഹ്. അതിന് ഇവിടെയുള്ള ശ്രോതാക്കൾ പരമാവധി ഇതിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊരു തർക്കത്തിൻ്റെയും ബഹളത്തിൻ്റെയും ആവേശത്തിൻ്റെയും വികാരപ്രകടനത്തിൻ്റെയും വേദിയല്ല. മാന്യമായും സൗമ്യമായും ചോദിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വേദിയാണ്. ഇവിടെ വന്ന പണ്ഡിതന്മാർ ആവർത്തിച്ച് ഒരേ ചോദ്യം തന്നെ ചോദിച്ചപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടി വന്നത് അവരുടെ അവസരം. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി അവസരം കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എനിക്കോട് ചോദിക്കാനുള്ളത് ഇവിടുത്തെ വിഷയത്തിനോട് ബന്ധപ്പെട്ടല്ല. നബിനെ സൃഷ്ടിച്ചത് 100 കൊണ്ടാണ് എന്നുള്ളൊരു വാദം സുന്നികളിലുണ്ട്. അപ്പൊ നെതലുണ്ടാവുമോ നെതലില്ലേ എന്നൊക്കെ തർക്കങ്ങളുണ്ട്. അതിനൊന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ഹദീസും ഖുർആനും വെച്ചൊന്ന് വിശദീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കപ്പെട്ടത് 100 കൊണ്ടാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് നിഴൽവാദങ്ങളെല്ലാം. അപ്പം അതിൻ്റെ വിശദീകരണമാണ് ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി അത് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം 100മായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ് എന്ന് പറയപ്പെടാറുണ്ട്. അത് ശരിയാണോ? അങ്ങനെ പ്രകാശം കൊണ്ടാണെങ്കിൽ അത് നിഴലുണ്ടാകുമോ ഇല്ല എന്ന് ചർച്ചയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏതൊരു വിഷയവും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹു തആലയും അവൻ്റെ റസൂലും പ്രവാചകരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സവിശേഷതകൾ പഠിപ്പിച്ചുവോ അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാകുന്നു.
നിങ്ങൾ ഇരിക്കേ, മുജാഹിദിനെ ഇരിക്കേ. നമ്മൾ ആണ്ട് പറയുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ. രണ്ട് കൈയും കുട്ടിയെ ശബ്ദം ഉണ്ടാകാം. നിങ്ങൾ ഇരുന്നോളി. മുജാഹിദിനെ ഇരിക്കുക, എല്ലാ മുജാഹിദിരിക്കുക. എന്താ അത്? നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് പരിചയമുള്ളതല്ലേ. എല്ലാ മുജാഹിദിരിക്കുക. ഈ പരിപാടി ആൾ കേൾക്കാൻ വെച്ചതാ. ഇത് വെറുതെ അങ്ങോട്ട് എന്തിനാ പറയണത്? ഇവിടെ ആർക്കും പ്രശ്നം, ഓരോ 5-6 ആക്കേ കുഴപ്പമുള്ളൂ, വേറെ ആർക്കും കുഴപ്പമില്ല. ഈ നാട്ടുകാർ മുഴുവൻ നിന്ന് കേൾക്കേണ്ടത് ഞങ്ങൾ. അതുകൊണ്ട് എല്ലാ മുജാഹിദിനും ഇരിക്കുക. സുന്നാൾ കൂക്കിക്കോട്ടെ, ഒരു കൂക്കിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളതാ പ്രതീക്ഷിച്ചത്. ഒരു കൂക്കിക്കോട്ടെ. മുജാഹിദികളൊക്കെ ഇരുന്നോളി. അല്ലാത്തൊരു കൂക്കെ ഒച്ചുണ്ടാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല, അത് സന്തോഷമേ ഉള്ളൂ. ശരി, അള്ളാഹിൻ്റെ ദീനിൻ്റെ സദസ്സാണ്, ഇൽമിൻ്റെ സദസ്സാണ്. അവിടെ കൂക്കിയ എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാലോ. അതിനനുസരിച്ച് അവനാനെ പരലോകം വെച്ച് ആലോചിച്ചാൽ മതി. ഇവിടെ നബിപ്രകാശമാണ് വിഷയം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അള്ളാഹു തആല അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് എന്തെല്ലാം സവിശേഷത പഠിപ്പിച്ചുവോ, ആ റസൂലിനെ കുറിച്ച് എന്തെല്ലാം സവിശേഷത പഠിപ്പിച്ചുവോ അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ധാരാളം സവിശേഷത ഖുർആനും ഹദീസിലും പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഇല്ലാത്ത പിൽക്കാലത്ത് സൂഫികളായ ആളുകൾ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരുപാട് കഥകളുണ്ട്. അതിൽപ്പെട്ട ഒരു കഥ മാത്രമാണ് നബിപ്രകാശം എന്ന കഥ. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ നൂറാണ് എന്നോ പ്രകാശമാണ് എന്നോ ആ ഒരു അർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ആദർശത്തെക്കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെക്കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ പറ്റി അള്ളാഹു തആല പ്രകാശം എന്നാണ് പരിചയപ്പെടുത്തിയത്. അതെന്താണ്? സത്യത്തിലേക്ക് വെളിച്ചം നൽകുന്നു എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയപ്പെടുന്നത് പോലെ നബിയുടെ പ്രകാശം ആദ്യം ഉണ്ടാക്കി, പിന്നെ ആ പ്രകാശത്തിനാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകൾ അത് ശരിയല്ല. അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അത് മൗലിദ് കിതാബുകളിലാണ് സ്ഥാനം പിടിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗലിദ് കിതാബിൽ വന്നിട്ടുള്ളത്. ഉദാഹരണമായി ജായില മുഹമ്മദ് മൗലിദ് പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവ്വലു മാ ഖലഖല്ലാഹു മിൻ അശ്യാഇ കുല്ലിഹാ അൽ ഖലം. അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. ഖലഖഹു മിൻ നൂർ. ആ പേനയെ പടച്ചതോ പ്രകാശത്തിൽ നിന്നാണ്. ഏത്? നബിയുടെ പ്രകാശം. ഖബ്ല യഖ്ലുഖൽ ഖൽഖ, സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാ പ്രകാശം പറയുന്നു. അടുത്ത പേജിൽ പറയാം അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശമാകുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു എന്നാണ് അതിലുള്ളത്. ഇല്ല, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വഹീഹായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അതുമാത്രമല്ല, ശേഷം പറയാം ഫൈന്നഹു സജദ ലില്ലാഹി സിനീന. ആ പ്രകാശം ധാരാളം വർഷങ്ങൾ അല്ലാഹു തആലാക്ക് സുജൂദ് ചെയ്തു. വഖാല അല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു യാ നൂറ ഹബീബി, എൻ്റെ ഹബീബിൻ്റെ പ്രകാശമേ, വഖാസത അബ്ദി ഖലഖ്തു സബ്അത അബ്ഹുൻ അലാ മഹബ്ബതിക. എൻ്റെ ഹബീബിൻ്റെ പ്രകാശമേ, നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ 7 സമുദ്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ 7 സമുദ്രം ഏതാണെന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് അല്ലാഹു പറഞ്ഞു വഖദ് അമറ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ അകൂന ഫീ കുല്ലി മിൻഹാ 10,000 സന. ആ 7 കടലുകളിലും 10,000 കൊല്ലം വീതം കിടക്കാൻ അള്ളാഹു എൻ്റെ പ്രകാശത്തോട് ആവശ്യപ്പെട്ടു. സഹോദരങ്ങളെ, മൗലിദ് കിതാബിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതൊക്കെ. അള്ളാഹു നബിൻ്റെ പ്രകാശം ആദ്യം ഉണ്ടാക്കിയെന്നും ആ പ്രകാശത്തിന് വേണ്ടി ആ പ്രകാശത്തോട് സ്നേഹത്തിൻ്റെ പേരിൽ 7 കടലുകൾ സൃഷ്ടിച്ചുവെന്നും ആ ഓരോ കടലിലും 10,000 കൊല്ലം വീതം കിടക്കാൻ റബ്ബ് എൻ്റെ പ്രകാശത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കിടന്നു. പിന്നീട് പൂർത്തിയായപ്പോൾ അമറല്ലാഹു യതഹറക, അള്ളാഹു ആ പ്രകാശത്തോട് ഒന്ന് ഇളകാൻ പറഞ്ഞു. ഫതഹറക, അപ്പോൾ ഒന്ന് ഇളകിയപ്പോൾ വഖഅത മിൻഹു ഖത്റാത്തുൻ, ആ പ്രകാശത്തിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി വീണു. നബി പറഞ്ഞു എന്നിട്ടാണ് ഈ പറയണത്. നിങ്ങൾ അയച്ചു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ കളവ് പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹ് പറഞ്ഞു, നബി പറഞ്ഞു എന്നാ ഇത് രണ്ടും ആവർത്തിച്ച് വരുന്നത്. ആ പ്രകാശത്തോടൊന്ന് ഇളകാൻ പറഞ്ഞു. അങ്ങനെ ഇളകിയപ്പോൾ അതിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി വീണു. ഫഖലഖല്ലാഹു മിൻഹാ അന്നബിയ്യീന, ആ വെളിച്ചത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളെയും പടച്ചത്. മാത്രമല്ല മിൻഹാ 313 ഖത്രത്തൻ മിൻ ഫൗഖി റസിഹി, അതിൽ 313 തുള്ളി ഉറ്റിയത് പ്രകാശത്തിൻ്റെ തലയിൽ നിന്നാണ്. പ്രകാശത്തിൻ്റെ തലയുടെ മുകളിൽ നിന്ന് 313 തുള്ളി ഉറ്റി. അങ്ങനെ ഉറ്റിയ ആ തുള്ളിയിൽ നിന്നാണ് ഫഖലഖ മിൻഹൽ മുർസലീൻ, മുർസലീങ്ങളെ പടച്ചത് തലയിൽ നിന്ന് ഉറ്റിയ വെള്ളത്തിൽ നിന്ന്, ആ തുള്ളിയിൽ നിന്നാണ്. പിന്നെയോ സുമ്മൽ തറബ സാനിയ,
രണ്ടാമതും ഒന്ന് ഇളകി. വവഖഅത മിൻഹു ഖത്റാത്തും മിൻ നൂരിൻ, അതിൽ നിന്നും കുറേ പ്രകാശത്തുള്ളികൾ ഉറ്റി വീണു. ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അത് എത്രയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഫഖലഖ അല്ലാഹു തആല, അതിൽ നിന്ന് അല്ലാഹു തആല പഠിച്ചു. മിൻഹ റൂഹ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൻ്റെ മുഴുവൻ റൂഹിനെയും ആ പ്രകാശത്തിൽ നിന്ന് ഉറ്റിയ ആ പ്രകാശത്തുള്ളിയിൽ നിന്നാണ് പഠിച്ചത്. മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തുകളുടെ എല്ലാവരുടെയും റൂഹ് പഠിച്ചത് ആ പ്രകാശത്തുള്ളിയിൽ നിന്നാണ്. ثم خلق الله أربعة أشياء منها, പിന്നെ ആ വെളിച്ചത്തിന് 4 വസ്തുക്കൾ അല്ലാഹു പഠിച്ചു. അതായത് അത്തുറാബ് വൽ മാ വന്നാറു വരീഹ്, കാറ്റ്, തീയ്, മണ്ണ്, വെള്ളം. ഈ 4 എണ്ണത്തിനെ പിന്നെ ആ തുള്ളിയിൽ നിന്ന് ഉറ്റിയ പ്രകാശത്തുള്ളിയിൽ നിന്ന് പഠിച്ചു. എന്നിട്ടോ അല്ലാഹു പഠിച്ചതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു ലിനൂരി, എൻ്റെ പ്രകാശത്തോട് എന്തു പറഞ്ഞു? അനിഖ്തർ അഹദൻ മിൻഹാ ഫയകൂനു റിസാലതുക ഫീഹി, ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുത്തോ, അതിലേക്കാണ് താങ്കൾ റസൂലായി പോവുക. മണ്ണ് വേണോ, തീയ് വേണോ, വെള്ളം വേണോ, കാറ്റ് വേണോ, ഈ 4-ൽ ഒന്നെടുത്തോ, അതിലായിരിക്കും താങ്കളുടെ പ്രവാചകത്വം ഉണ്ടാവുക. അങ്ങനെ എൻ്റെ വെളിച്ചം പോയി തരയാൻ വേണ്ടി. ഫലമ്മാ റആ നൂരി ഫീഹാ, അങ്ങനെ എൻ്റെ പ്രകാശം ചെന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉള്ളതെന്താ? ഫകാനൽ കിബറു വൽ ഹസദ് വൽ ബുഗ്ദ് വഖസായിലു ലമീമത്തി ഫിൽ മാ, വെള്ളം, തീ, വന്നാരി വരീഹി, വെള്ളം, തീയ്, കാറ്റ്. ഇതിന് കിബർ, അസൂയ, പൊങ്ങച്ചം, വിദ്വേഷം, മോശമായ എല്ലാ സ്വഭാവങ്ങളും വെള്ളത്തിനുണ്ട്, അതേപോലെ തീയിനുണ്ട്, കാറ്റിനുണ്ട്. അപ്പം എൻ്റെ പ്രകാശം അതൊന്നും തിരഞ്ഞെടുത്തില്ല. അങ്ങനെ വറഅത്തുറാബ, മണ്ണിനെ കണ്ടു എൻ്റെ പ്രകാശം. മുതവാദിഅൻ മുതസാബിറൻ മിസ്കീനൻ ഹസീന, മണ്ണിനെ ക്ഷമിച്ച് ഒരു മിസ്കീനായി, സാധുവായി, ഹസീനായി, നിരാശപ്പെട്ട്, മുതവാദിഅൻ വിനയാന്വിതനായി മണ്ണിങ്ങനെ കിടക്കുക. അങ്ങനെ എൻ്റെ പ്രകാശം ആ മണ്ണിനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് മണ്ണിലേക്ക് ആ നബി റസൂലായി വരുന്നത് എന്നാണ് ജഅല മുഹമ്മദ് മൗലിദ് പഠിപ്പിച്ചത്. ഇങ്ങനെ വ്യത്യസ്ത മൗലിദുകളിൽ ആദം നബിയെ പടക്കുന്ന 2000 കൊല്ലം മുമ്പ് ആ പ്രകാശം പടച്ചു വന്നിട്ടുണ്ട്. ഇതുപ്രകാരം 70,000 കൊല്ലം എന്നുണ്ട്. ഇനി മഹ്മൂദ് മാലയിലോ നല്ലേ നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചോവർ, ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ 100,000 കൊല്ലം മുമ്പ് ആ പ്രകാശം പടച്ചു, 1,00,000 കൊല്ലം മുമ്പ് പടച്ചു എന്നാണ്. സറന്ദീപ മൗലൂദിലാണെങ്കിൽ 4 ലക്ഷോ 40 ലക്ഷോ കൊല്ലം മുമ്പ് പടച്ചു എന്നാണ് ഉള്ളത്. അപ്പം ഇതൊന്നും അള്ളാഹു തആല പറഞ്ഞതല്ല, അള്ളാഹു റസൂൽ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടെന്ന് നബി പറഞ്ഞാലോ നമുക്ക് സ്വീകരിക്കാം. ഇതൊക്കെ ഉണ്ടെന്ന് നബി പറഞ്ഞെന്നാൽ പിന്നെ അതെങ്ങനെ ഉണ്ടാകുക, അത് ബുദ്ധിക്ക് യോജിക്കോ, അത് ശരിയാണോ, ആ ചോദ്യം നമുക്കില്ല. അള്ളാഹു റസൂൽ പറഞ്ഞാൽ സ്വീകരിക്കാം. പക്ഷെ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഉള്ളതല്ല, ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി, അടുത്ത ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദിക്കേ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ആ മൗലവിനോട്. ഞങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കും, ഈ സമയം കളി, നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്ത്, നമ്മുടെ ഹദീസിന്റെ അദ്ദുആഉ ഹുവൽ ഇബാദ, അതിന്റെ അർത്ഥം ഒന്ന് ലഫ്ളൻ ബിൽ ലഫ്ള് വെക്കാൻ പറഞ്ഞു. അത് അയാൾ വെച്ചില്ല. അതിന്റെ ശേഷം എന്തിനാണ് നിങ്ങൾ അത് ചോദിക്കുന്നത്, ഏതാണ് ദുആ എന്ന് കിട്ടാനല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞെടുത്ത ദുആ ഏതാണോ അതേ ദുആ ആണ് ഇവിടത്തെയും ദുആ എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ ദുആ ഏതാ? അള്ളാഹുവിനോട് തേടുന്ന ദുആ ഏതാ? അത് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു, ഇലാഹാണ് എന്ന ഉദ്ദേശത്തോട് തേടുന്ന ദുആ. അതാണ് ഉദൂനി എന്ന് പറഞ്ഞത്. അള്ളാഹ് എന്നോട് ദുആ ചെയ്തോളി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വേറെ ആരോ കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന ആളാണ് എന്നുള്ള ഉദ്ദേശത്തോട്, എന്ന നീയത്തോട് കൂടി കരുതാനല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞ ദുആ ഏതാ? ഞാൻ ഇലാഹാണ്, എല്ലാത്തിനും സ്വയം കഴിവുള്ള ആളാണ് എന്ന നീയത്തോടു കൂടി, എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ തേടുക എന്നാണ്. അത് തന്നെയാണ് ഞങ്ങൾ സുന്നികളും പറഞ്ഞത്. ആ തേട്ടം അത് ഹുവൽ ഇബാദ, അത് ഇബാദത്ത് തന്നെയാണ്. വളരെ വ്യക്തമാണ്. അതിന് മറുപടി അയാളൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ ചോദ്യം എന്താ? അപ്പൊ ശരി, ചോദ്യം പറയും. അതന്നെ. അപ്പൊ നിങ്ങൾ ഇത് പൊളിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എന്താ? എല്ലാ തേട്ടവും ഇലാഹാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഇലാഹാണ് എന്ന നിയത്ത് ഇല്ലെങ്കിലും രണ്ടും ശിർക്കാണ്, എല്ലാ ഇബാദത്താണ് നിങ്ങൾ പറഞ്ഞത്. ഇയാൾ പറഞ്ഞതനുസരിച്ച് അങ്ങനെയല്ല വന്നത്. ഇയാൾ ഉദൂനി അസ്തജിബ് ലക്കും എന്ന പറഞ്ഞെടുത്ത ആ ദുആ ആണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന്, ഇബാദത്താണെന്ന് പറഞ്ഞ ദുആ അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ദുആ ഏതാ? ഉദൂനി, അള്ളാഹിനോട് എന്നോട് ചെയ്യാൻ പറഞ്ഞ ദുആ ഏതാ? ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞു നോക്കി. അള്ളാഹിനോടുള്ളത് അള്ളാഹിനോടുള്ള ദുആ പറഞ്ഞത് ഏതാ?
അള്ളാഹ് ഇലാഹാണ് എന്ന ഉദ്ദേശത്തോടു കൂടി തുറക്കുന്ന ദുആ അല്ലേ? ആണോ? ആയിക്കോട്ടെ, ശരി. എന്നിട്ട് അല്ല, നിങ്ങൾ സമ്മതിക്ക്. ഒക്കെ സമ്മതിച്ചു. അപ്പൊ ശരി, സമ്മതിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്താണ് വെറുതെ മക്കാറാക്കാനല്ല. എന്താ മുസ്ലിം പറഞ്ഞത്? മുസ്ലിം ഒരു കാര്യം ഒരു പ്രശ്നമില്ല, വളരെ വ്യക്തമാണ് ചോദ്യം ചോദിക്കും. നിങ്ങളുടെ വാദം തന്നെ എല്ലാ ദുആവും ഇബാദത്താണ്. അള്ളാഹിനോട് ഇലാഹിനോട് തേടുന്നതും അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നതും രണ്ടും ഇബാദത്താണ് നിങ്ങളുടെ വാദം അല്ലേ? എന്നാൽ ഞാനിവിടെ ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം വെക്കാൻ ചോദിച്ചപ്പോൾ അതെന്നെ പറയണത് സുഹൃത്തുക്കളെ, എന്ന് പറഞ്ഞിടത്ത ദുആ ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞിടത്ത ദുആ ആണ്. ഏതാ ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞിടത്ത ദുആ? ഇലാഹാണ് എന്ന ഉദ്ദേശത്തോട് കൂടി തോർക്കലാണ് അല്ലേ? ആയിക്കോട്ടെ, ആണ്. അപ്പൊ പിന്നെ മനസ്സിലായില്ല, അത് മാത്രമാണ് ഇബാദത്ത്. അള്ളാഹുനോടുള്ള ദുആ അഥവാ ഇലാഹാണ് എന്ന ഉദ്ദേശത്തോടുള്ള ദുആ അത് ഇബാദത്താണ്. അതന്നെ മറ്റൊന്നും ഇബാദത്തല്ല. അപ്പൊ നിങ്ങൾ ഈ വ്യവസ്ഥ മാറ്റിയത് എല്ലാ ദുആ ഇബാദത്തല്ല, അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞെടുത്ത ദുആ മാത്രമാണ് ഇബാദത്ത്. ശരി, അതന്നെ ഇബാദത്ത്, അത് മാത്രം ഇബാദത്ത്. ആ ഇബാദത്ത് അള്ളാഹിനോടേ പാടുള്ളൂ. ആ ഇബാദത്ത് അള്ളാഹിനോടേ പാടുള്ളൂ. അതാണ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതല്ല ഇപ്പൊ നിങ്ങളുടെ ചോദ്യം. ഇതിനാണ് ഇപ്പൊ നിങ്ങൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയത്. മൂപ്പര് പോണി പോയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതാണ് അള്ളാഹ് പറഞ്ഞ നിങ്ങൾ അല്ലാഹ് ദുആക്കാൻ പാടില്ല. ഫലാ തദ്ഉ, അതും പഠിച്ചോ പറഞ്ഞല്ലോ. ഇനി ഇടങ്ങാറാക്കണ്ട, മൂപ്പര് പോയിക്കോട്ടെ, മൂപ്പര് ബുദ്ധിമുട്ടാക്കണ്ട. അപ്പൊ അള്ളാഹ് പറയാ ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. അപ്പൊ അള്ളാഹ് ദുആ ചെയ്താൽ മാത്രമേ ഇബാദത്തുള്ളൂ എന്നാണെങ്കിൽ പിന്നെ എന്നോട് ദുആ ചെയ്യൂ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളിരിക്കേ, നിങ്ങൾ ബാക്കിയുള്ളവരിക്കേ, നിങ്ങളിരിക്കി. മൂപ്പര് മുസ്ലിം അടങ്ങാറാക്കണ്ട, നിങ്ങൾ കേട്ടോളി. ഉദ്ഉനി അസ്തജിബ് ലക്കും അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം ചെയ്യാം. അള്ളാഹ് ദുആ ചെയ്താൽ മാത്രമേ ഇബാദത്താകൂ എന്നാണെങ്കിൽ എന്നോട് ദുആ ചെയ്തു എന്ന് പറയേണ്ട എന്താ ആവശ്യമുള്ളത്? അല്ലാഹുല്ലാത്ത ദുആ ചെയ്യരുത് പറയേണ്ട എന്താ ആവശ്യമുള്ളത്? ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത് മഅല്ലാ, അള്ളാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരു ഇലാഹിനോട് എന്നല്ല, അഹദൻ, ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. അപ്പൊ അള്ളാഹു അല്ലാത്തോട് ദുആ ചെയ്താൽ അത് ഇബാദത്തൊന്നും ആവൂലെങ്കിൽ പിന്നെ അള്ളാഹു അല്ലാത്തോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹ് എന്തിനാ പറയണത്? അടുത്ത് ചെയ്തോട്ടെ പോലെ ഇബാദത്താവൂലല്ലോ. മാത്രമല്ല ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, ദുആ കേൾക്കൂല. എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞത്? ബിശ്ശിർക്കിക്കും അവസാനം പറഞ്ഞത് വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കും. അതേതാ ദുആ? അല്ലാഹുള്ള ദുആ ആണോ? അത് അല്ലാഹുടെ ദുആ ആണോ? ഇൻ തദ്ഉഹും, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ ദുആ കേൾക്കൂല. ആ ദുആ ഏതാ? എന്നിട്ട് അല്ലാഹു അവസാനം എന്താ പറഞ്ഞത്? വയൗമൽ ഖിയാമത്തി യക്ഫുറുന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിഷേധിക്കും. അതേതാ ദുആ? അല്ലാഹുവിനോട് മാത്രം ദുആ ആണോ? അത് അല്ലാത്ത ദുആവോ? വല്ലദിന തദ്ഉന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ അവർ. അത് നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ കണ്ടുപിടുത്തം. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ദുആ ഉള്ളൂ. അള്ളാഹ് തോൽക്കുമ്പോൾ എന്താ? ഇലാഹ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. അള്ളാഹു അല്ലാത്തോട് ദുആ എന്നാലും ഇലാഹാന്ന് വിശ്വസിച്ചാലേ ദുആ ഉള്ളൂ എന്നാണെങ്കിൽ അത് സുജൂദിനും പറഞ്ഞൂടെ? സുജൂദിനും പറയാലോ. അള്ളാഹുടെ സുജൂദ് എന്താണ്? ഇലാഹാന്ന് വിശ്വസിക്കുന്ന സുജൂദാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടോ ഇലാഹാന്ന് വിശ്വസിക്കാൻ സുജൂദ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് നിസ്കാരവും പറയാൻ പറ്റും, നോമ്പും പറയാൻ പറ്റും, സക്കാത്തും പറയാൻ പറ്റും, എല്ലാം പറയാം. ഞാൻ മുഹമ്മദ് നബിക്ക് വേണ്ടി നിസ്കരിക്കാതെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എന്ത് പറയാം? അള്ളാഹ്ക്കുള്ള നിസ്കാരം എന്താ? അത് ഇലാഹാന്ന് വിശ്വസിച്ചു വേണ്ട. നബിക്കുള്ള നിസ്കാരോ ഇലാഹാന്ന് വിശ്വസിക്കാതെ അപ്പോൾ ഇബാദത്തല്ല. അള്ളാഹ്ക്കുള്ള സുജൂദ് ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട്, നബിക്കുള്ള സുജൂദ് ഇലാഹാന്ന് വിശ്വസിക്കാതെ അപ്പോൾ അത് ഇബാദത്തല്ല എന്ന് പറഞ്ഞൂടെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽ ഒരൊറ്റ ഇമാം ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് മാത്രമേ ദുആ ആകൂ, ഇബാദത്താകൂ എന്ന് ലോകത്തൊരാളും പറഞ്ഞില്ല. അത് കേരളത്തിൽ ആദ്യമായി ആ വാദം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ച നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ്. അതിൽ നിന്ന് കടമെടുത്തും കേട്ടും പഠിച്ചൊക്കെയാണ് പിന്നെ ബാക്കി എല്ലാ മൂലമാരും കൊണ്ടെടുക്കുന്നത്. അതേപോലെ ലോകത്ത് ജീവിച്ച ആ പ്രായക്കാരും ആ കാലക്കാരുമായ ചില മനുഷ്യന്മാരുണ്ട്. അലവി മാലിക്കെ പോലുള്ള ചില ആളുകളൊക്കെ അവരൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട്.
അതേപോലെ സൈനി ദഹ്ലാനെപ്പോലുള്ള ആളുകൾ അങ്ങനെ ചില ആളുകൾ പഠിപ്പിച്ചു എന്നല്ലാതെ അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽപ്പെട്ട ഒരു ഇമാമ് പോലും ഇലാഹാന്ന് വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്താലേ ശിർക്ക് വരൂ, അപ്പോഴേ ഇബാദത്താകൂ എന്ന് ലോകത്തൊരാളും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹുല്ലാത്തോട് ദുആ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമുള്ളത്? അങ്ങനൊന്നും ഉണ്ടാവില്ലെങ്കിൽ, അല്ലാഹുല്ലാത്തോട് ദുആ ചെയ്താൽ ദുആ ആവൂല എന്നാണെങ്കിൽ, ഇബാദത്ത് ആവൂല എന്നാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നിങ്ങളിപ്പോൾ പിന്നെയും ചോദ്യം ഉണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ വിചാരിച്ചു നിങ്ങൾ കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുമില്ല എന്നുള്ളത്. ഇനി ഒന്ന് രണ്ട് വിഷയം ഞാൻ പഠിപ്പിച്ചു തരാം ഈ നാട്ടിലേക്ക് വേണ്ടി. നാട്ടിൽ കേട്ടോളി. നിങ്ങളൊക്കെ വിചാരിച്ചാൽ എന്താ എന്തോ കാര്യമായി ചോദിക്കുന്നല്ലേ, ഇതല്ലേ ചോദിക്കാറുള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചോളി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും സഹാബത്തും ഒരു യാത്ര പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ നബിയുടെ സഹാബിയായ അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹുവാണ് ആ സംഭവം നമ്മോട് പറഞ്ഞു തരുന്നത്. ഇമാം തിർമിദിയാണ് അത് ഉദ്ധരിച്ചത്. അബൂ വാഖിദുൽ ലൈസി പറയാം, ഞങ്ങൾ നബിയുടെ കൂടെ പോയി. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു മരം കണ്ടു. ആ മരം മക്കയിലുള്ള മുസ്ലിക്കീങ്ങളുടെ മരമാണ്. അതിൻ്റെ പ്രത്യേകത, മക്കയിലെ മുസ്ലിക്കുകൾ യുദ്ധത്തിന് പോകുമ്പോൾ ആ മരത്തിൽ ചെന്ന് വാൾ തൂക്കിയിടും ആ മരത്തിന്മേൽ. എന്നിട്ട് ആ വാളെടുത്ത് പോയി യുദ്ധം ചെയ്താൽ ഒരു പ്രത്യേകമായ വിജയം കിട്ടും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്. ഞങ്ങളും നബിയും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആ മരം കണ്ടു, അതിനരികെ നടന്നു പോയി. ഹത്തായിദാ മറർനാ ബിശജറത്തിൻ യുഖാദു ലഹാ ദാത്തു അൻവാത്ത്. ഞങ്ങൾ ആ മരത്തിനരികെ നടന്നു പോയി. അപ്പം ഈ മരം കണ്ടപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, സ്വഹാബിമാർ പറയാ, ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ അവർക്കൊക്കെ വാള തൂക്ക ഒരു മരം ഉണ്ടല്ലോ, നമുക്കും ഒരു മരം നിശ്ചയിച്ചുകൂടെ? ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. നബിയെ അവർക്കൊക്കെ വാള തൂക്കാൻ മരമുള്ളത് പോലെ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തായി പറയണത്? ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് നിങ്ങളുടെ ഈ ചോദ്യം. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്കൊക്കെ ഇലാഹുള്ളത് പോലെ നമുക്കും ഒരു ഇലാഹ് വേണമെന്ന് ചോദിക്കും പോലെയാണ് സ്വഹാബത്തെ നിങ്ങളുടെ ഈ ചോദ്യം. സ്വയം കഴിവുള്ള ഇലാഹായ ഒരു മരം നബിയെ വേണം എന്നാണോ സ്വഹാബികൾ ചോദിക്കുക? അത് സ്വഹാബികൾ ചോദിക്കോ? അത് സ്വഹാബികൾ ആലോചിക്കോ? ഇല്ലല്ലോ. വാള് തൂക്കി ബറക്കത്തെടുക്കാൻ ഒരു മരം വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ ഒരു സ്വഹാബി വന്ന് നബിയോട് പറയാം, നബിയെ മാ ഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവും നിങ്ങളും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് സംഭവിക്കുക. അള്ളാഹുവും റസൂലും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക. എന്താ റസൂലാണ് ചോദ്യം? നീ എന്താ ഉദ്ദേശിച്ചതാണോ? ഞാൻ ഇലാഹാന്ന് വിശ്വസിച്ചിട്ടാണെന്നാണോ? അല്ല. നബി തങ്ങൾ ഉടനെ പറഞ്ഞ മറുപടി, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ? നിന്നെ പടച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ നിദ്ദാക്കുകയാണോ? ഏതാ നിദ്? അല്ലാഹു പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ. അല്ലാഹു നിങ്ങൾ നിദ്ദുകളെ സ്ഥാപിക്കരുത്. സൂറത്തുൽ ബഖറ 22-ാമത്തെ ആയത്ത്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ, അല്ലാഹു നിങ്ങൾ നിദ്ദുകളെ സ്ഥാപിക്കരുത്, തുല്യന്മാരെ സ്ഥാപിക്കരുത്. നബിയെ, അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചതുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അള്ളാഹ്ക്ക് നിദ്ദാക്കുകയാണോ തുല്യനാക്കുകയാണോ എന്ന് ചോദ്യം. ഇനി മക്കയിലെ അവിശ്വാസികൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ കഅബ തവാഫ് ചെയ്യുന്നു. കഅബ തവാഫ് ചെയ്യുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ തൽബിയത്ത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ, ഹുവലക, അവൻ നിനക്കുള്ളതാണ്, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്, തംലികുഹു, നീ അവനെ ഉടമയാക്കുന്നു. നിന്റെ ഉടമസ്ഥതയിലുള്ള, നിന്റെ കീഴിലുള്ള, നീ ഉടമയാക്കുന്ന പങ്കുകാരൻ, വമാ മലക, ആ പങ്കുകാരന് സ്വന്തമായി ഒന്നുമില്ല, അല്ലെങ്കിൽ ആ പങ്കുകാരന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ കീഴിലാകുന്നു. നീ കൊടുത്ത കഴിവ് മാത്രം, നിന്റെ കീഴിൽ മാത്രമുള്ള പങ്കുകാരേ ഉള്ളൂ, അല്ലാത്ത പങ്കുകാരില്ല എന്നാണ് മക്കയിലെ അവിശ്വാസികൾ തൽബിയത്ത് ചൊല്ലിയത്. സഹോദരങ്ങളെ, വാശിയും വക്കാണം വിദേശത്തേക്ക് അപ്പുറത്ത് നമ്മളൊരു ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തുനിയി.
ആത്മാർത്ഥമായി അന്വേഷിക്ക്, പഠിക്ക്. ഈ ഒച്ചപ്പാടും ബഹളവും ഈ കൂക്കുമ്പോൾ എന്തൊക്കെ എന്താ കിട്ടുന്നത്? കൂലിട്ടെന്ന് വെച്ചിട്ടാണോ നിങ്ങൾ കൂക്കണത്? വഹാബിയാണ് കൂക്കി വിട്ടാൽ അതൊക്കെ പഠിച്ചോനെങ്കിൽ കൂലിട്ടുന്ന ഏർപ്പാടാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് കൂക്കുന്നതെങ്കിൽ, അത്ര ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രി കിടക്കും നിങ്ങൾ ആലോചിക്ക്. ഈ പറഞ്ഞത് എന്താ? ആയത്തും ഹദീസും അല്ലാത്ത വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. ആയത്തും ഹദീസും, ആ ആയത്തും ഹദീസും നിങ്ങൾ സുന്നി ഉസ്താദുമാരെ ഖുർആൻ പരിഭാഷ എടുത്തിട്ട് ആ ആയത്തിന് അർത്ഥം വായിച്ചോളി. സുന്നി ഉസ്താദുമാർ എഴുതിയ ഖുർആൻ പരിഭാഷ എടുക്കുക. കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ച് കോയ തങ്ങൾ, അദ്ദേഹം എഴുതിയ ഖുർആൻ പരിഭാഷ ഉണ്ട്. ആ പരിഭാഷ എടുത്ത് വെക്കി. എന്നിട്ട് ഈ ആയത്തൊക്കെ നോക്കി ഇതിന് അർത്ഥം എന്താ പരിശോധിക്ക്. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക്. അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ആവർത്തിച്ച് 100 കണക്കായ ആയത്തുകൾ പഠിപ്പിച്ച കാര്യം അള്ളാഹിനോട് ദുആ ചെയ്യാവൂ, അള്ളാഹത്ത് ദുആ ചെയ്യാൻ പാടില്ല. എത്ര സ്ഥലത്ത് ഇനി നബിനോട് അള്ളാഹ് പറയാൻ പറഞ്ഞെന്താ? കുൽ പറയണം നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ എന്ന് പറയൂ നബിയേന്ന്. ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ എന്ന് പറയൂ നബിയെ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറയൂ നബിയെ. അപ്പം എന്താ അർത്ഥം? പോലെ പറഞ്ഞ മാതിരിയാണെങ്കിൽ വേറെ ഇലാഹുണ്ട് ഞാൻ വിശ്വസിക്കൂല എന്ന് പറയണമെന്നാണോ? അത് നബിയെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുക. പഠിച്ചോനെ വേറെ ഇലാഹുണ്ട് ഞാൻ വിശ്വസിക്കൂലട്ടോ, സ്വയം കഴിവുള്ള വേറെ അള്ളണ്ട് ഞാൻ വിശ്വസിക്കൂലട്ടോ എന്ന് പറയിപ്പിക്കുകയാണോ? അല്ലല്ലോ. ഈ ആയത്ത് നമുക്ക് മനസ്സിന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇക്കാലം വരെ? അള്ളാഹിൻ്റെ റസൂലിനെ കൂടെ അള്ളാഹ് പറയിപ്പിക്കുക. ഖുർആൻ ആയത്തിറക്കിയിട്ട് പറയണം നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യൂ എന്ന് പറയണം നബിയെ. നമുക്കത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സഹോദരന്മാരെ വാശിയും വക്കാളും വിദ്യാഭ്യാസമൊക്കെ അതിന് വഴിക്ക് പോട്ടെ. അതിനപ്പുറത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പ്രാർത്ഥന തന്നെയാണ് ആരാധന. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അത് റബ്ബിനോടേ പാടുള്ളൂ. അത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, റബ്ബ് പറയുന്നു എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം ചെയ്യാം. അതേ റബ്ബ് പറയുന്നു ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹിൻ്റെ കൂടെ ഒരാളോടും ദുആ ചെയ്യരുത്. അതേ റബ്ബ് പറയുന്നു ഇൻ തദ്ഉഹും, റബ്ബ് അല്ലാത്തവർ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവരൊക്കെ നിഷേധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അതൊക്കെ സഹോദരങ്ങളൊന്ന് പഠിക്കുക. ജീവിതത്തിൽ അവനാൻ്റെ പരലോകത്തിന് വേണ്ടി, അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനാൻ പഠിക്കണം എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ആർക്കും ഉണ്ടെങ്കിൽ ഒറ്റ ചോദ്യം കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അനുവദിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചോദിക്കാനല്ല, ആ പറഞ്ഞത് നിങ്ങൾ ആ വാദങ്ങൾ തിരുത്തണം. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ആ ദുആ ഏതാണ്? ഇബാദത്താണെന്ന് പറഞ്ഞ ദുആ അത് അല്ലാഹ് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞതിലുള്ള ആ ദുആ ആണ്. അത് ഏതാ ദുആ? നിങ്ങൾ വാദം പിൻവലിക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. വളരെ ഭംഗിയായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേട്ട ഇത് ബോധ്യമുള്ള അള്ളാഹിനെ പേടിയുള്ള തൗഹീദ് സ്വീകരിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന മനുഷ്യന്മാർക്കെല്ലാം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായാൽ ഒരിക്കലും പ്രയാസമാണ് എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മാലിക് സലഫിയുടെ ഒരു സമാപന സംസാരത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഇത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ ഇത്രയും നേരം ഇവിടെ സംസാരിച്ച മുസ്ലിയാർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, അവർ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ആരാധനയാവുകയുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കുക, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ആരാധനയാവുകയുള്ളൂ. സഹോദരന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇലാഹാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ഇലാഹാണ് എന്ന് അള്ളാഹു അല്ലാത്ത ഒരാളെക്കുറിച്ച് അയാൾ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് സംഭവിക്കും. യഥാർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ മുസ്ലിയാക്കന്മാർ ഇവിടെ കൊണ്ടു നടക്കുന്ന വാദം, ഈ മുസ്ലിയാക്കന്മാരെ ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടിവയറ്റിലേക്ക്
കഠാരയെ കുത്തിയിറക്കിയ അബൂലുലുത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ, ആ മജൂസിയായ മനുഷ്യന് ജാറമുണ്ടാക്കുകയും ആ മജൂസിയായ മനുഷ്യനെ അള്ളാഹുവിൻ്റെ വലിയായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ഇറാനിലെ ഷിയാക്കൾ. ആ ഇറാനിലെ ഷിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് ഖൊമൈനി എന്ന് പറയുന്ന ആൾ. അയാളുടെ ഒരു പുസ്തകമുണ്ട്, കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രസംഗിച്ച അല്ലെങ്കിൽ സംസാരിച്ച അതേ മുസ്ലിയാർ പറഞ്ഞ അതേ ന്യായമാണ് യഥാർത്ഥത്തിൽ ശിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി ഖൊമൈനിയും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാചകം ഞാൻ വായിക്കാം. അന്ന ശിർക ഹുവ ത്വൽബു ശൈഇൻ മിൻ ഗൈരില്ലാഹി ബിഇഅ്തിബാരി അന്നഹു റബ്ബുൻ. റബ്ബാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയോട്, അള്ളാഹു അല്ലാത്ത സൃഷ്ടിയോട് ചോദിക്കുമ്പോഴാണ് അതിൽ ശിർക്ക് വരിക. വമാ അദാ ദാലിക ഫലൈസ ശിർക്കൻ. അതല്ലാതെ അള്ളാഹു അല്ല, ഇലാഹ അല്ല എന്ന വിശ്വാസത്തോടുകൂടി അല്ല എങ്കിൽ ഒരിക്കലും അതിൽ ശിർക്ക് വരുന്നില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഷിയാക്കളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനും അത്തരത്തിലുള്ള വാദം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ലോകത്ത് ഷിയാക്കളാണ് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന വാദം ലോകത്ത് പഠിപ്പിച്ചത് അഹ്ലുസുന്നയല്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുന്ന നിരവധി ആയത്തുകൾ ഓതിയിട്ടും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് മുസ്ലിയാരുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് തേടാനാണ് അയാൾ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ കൃത്യമായി മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏത് പ്രയാസഘട്ടം വന്നാലും അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ തിരിയരുത്. സത്യം സത്യമായി മനസ്സിലാക്കുക. അള്ളാഹു നമുക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.